അങ്ങനെ അദ്ദേഹം ഗവർണറായിരിക്കുമ്പോഴാണ് വിഖ്യാതമായ ലാബലിംഗ് കേസ് ആടിക്കുലുങ്ങി ഇദ്ദേഹത്തിന് മുമ്പിൽ വരുന്നത്. ഗവർണറാണ് പ്രോസിക്യൂഷന് അനുമതി കൊടുക്കേണ്ടത്. ഗവർണർ ഏത് രീതിയിലുള്ള തീരുമാനം കൈക്കൊള്ളണം എന്ന് സംസ്ഥാന സർക്കാർ ഉപദേശിച്ചു. സംസ്ഥാന സർക്കാർ അന്നത്തെ അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് ഗംഭീരമായ ഒരു ലീഗൽ ഒപ്പീനിയനൊക്കെ കരസ്ഥമാക്കി അത് ഗവർണറുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുപ്രകാരം പിണറായി വിജയനെതിരായിട്ട് കേസെടുക്കാൻ പറ്റിയില്ല. ഈ നിയമോപദേശം അദ്ദേഹത്തിന് ബോധിച്ചില്ല. മാത്രമല്ല ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ശ്രീ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിയുടെ ബെഞ്ചിലാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ ഗവർണർക്ക് സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനമെടുക്കാം. അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശവും പരിഗണിക്കാം, അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലോയറുടെ ഉപദേശവും സ്വീകരിക്കാം, അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഒരു അഭിഭാഷകൻ്റെ ഉപദേശം സ്വീകരിക്കാം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ BS ഗവായി, അദ്ദേഹത്തിന് അതുവരെ ഒരു ലീഗൽ കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിയമിച്ചതാണ് ഈ അഡ്വക്കേറ്റ് ജാജു ബാബുവിനെ. അപ്പോൾ ജാജു ബാബുവിൻ്റെ അഭിപ്രായമാണ് അന്നത്തെ ഗവർണർ BS ഗവായി സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. അന്ന് മുതൽക്ക് ഗവർണറുടെ നിയമോപദേഷ്ടാവ് എന്നൊരു തസ്തിക സൃഷ്ടിച്ച് അദ്ദേഹത്തെ അവിടെ നിയമിക്കുകയാണ് ചെയ്തത്. നിയമിച്ചു എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ എൻഗേജ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഗവർണർമാർ മാറി മാറി വന്നു. ഷീല ദീക്ഷിത് എന്ന് പറഞ്ഞ ഉത്തർപ്രദേശ് നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്ന മാന്യ മഹിള കേരളത്തിൽ ഗവർണറായിട്ട് വന്നപ്പോഴും ഇദ്ദേഹം തന്നെയായിരുന്നു നിയമോപദേഷ്ടാവ്.